അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് അതോടൊപ്പം നടക്കുന്ന ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ക്ഷേത്രം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗംഗാധരൻ അവർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാതിഥിയായിട്ടുള്ള സിനി സീരിയൽ ആർട്ടിസ്റ്റ് അമൃത അവർ, മേലാങ്കോട് വാർഡ് കൌൺസിലർ ശ്രീമതി എസ് കെ ശ്രീദേവി, പാപ്പനംകോട് മുൻ കൌൺസിലർ ശ്രീ പാപ്പനംകോട് സജി, സ്വാഗതം ആശംസിച്ച ക്ഷേത്രം സെക്രട്ടറി ശ്രീജിത്ത്, ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ എസ് ശ്രീജിത്ത്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അമ്മമാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന തിങ്കളാഴ്ച അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നതിന് മുൻപ് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അഷ്ടമിരോഹിണിയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അഷ്ടമിരോഹിണി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങൾ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ നേർസാക്ഷ്യങ്ങൾ കൂടിയാണ്. നമ്മുടെ സനാതന പാരമ്പര്യം, ആ സനാതന പാരമ്പര്യം ഓരോ തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു പ്രതീകം കൂടിയാണ് ഈ ഉത്സവങ്ങൾ. ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് കരോക്കെ ഗാനമേളയുണ്ട്. ഞാനിവിടെ നോട്ടീസിൽ കണ്ടു. എനിക്കറിയില്ല, നാളെ ഈ ഉത്സവത്തിന്റെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള ധാരാളം കലാപരിപാടികൾ നടക്കാറുണ്ട്. അപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിലിപ്പോ ക്ഷേത്രോത്സവങ്ങൾ
നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാനുള്ള അവസരമാണ്. പുതിയ തലമുറയെ ആ തലമുറയ്ക്ക് ആകർഷകമായിട്ടുള്ള തരത്തിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതും ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമാണ്. പലരും കരുതുന്നത് ക്ഷേത്ര ഉത്സവം ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണെന്നാണ്. വാസ്തവത്തിൽ ക്ഷേത്ര ഉത്സവം ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും അവർക്ക് സന്തോഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരവസരം എന്നുള്ളതിനപ്പുറത്ത് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്തുള്ള മറ്റു ചില കാരണങ്ങളാൽ കൂടിയാണ്. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കേവലം ആരാധനാലയങ്ങളല്ല. മറ്റ് മതങ്ങൾ, ആ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധന നടത്താനുള്ള സ്ഥലമാണ് അവര് ആരാധനാലയം, പള്ളി എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം സമുദായത്തിലാണെങ്കിലും ക്രൈസ്തവ സമുദായത്തിലാണെങ്കിലും അവരുടെ ആരാധനാലയം അവരുടെ ഈശ്വര ആരാധന നടത്താനുള്ള സ്ഥലമാണ്. ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ, സനാതന പാരമ്പര്യത്തിൽ ക്ഷേത്രം എന്ന് പറയുന്നത് കേവലം ആരാധന നടത്താനുള്ള സ്ഥലമല്ല. ആരാധന നടത്താൻ ക്ഷേത്രത്തിൽ വന്നില്ലെങ്കിലും നമുക്ക് ആരാധിക്കാം. നമുക്ക് ഈശ്വരനെ ആരാധിക്കണമെന്നിരിക്കട്ടെ. രാവിലെ എത്രയോ അമ്മമാരെ എനിക്കറിയാം, എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ വരണമെന്നില്ല. അവര് രാവിലെ കുളിച്ച് തൊഴുത് വീട്ടിലിരുന്നിട്ട് ജപിക്കുന്ന എത്രയോ അമ്മമാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. അതും ഈശ്വരാരാധനയാണ്. ഇപ്പൊ ക്ഷേത്രത്തിൽ വന്നാൽ മാത്രമേ ഈശ്വരനെ ആരാധിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മൾ. കാരണം ഈശ്വരൻ സർവവ്യാപിയാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ഈശ്വരനെ ആരാധിക്കാൻ നമുക്ക് അമ്പലത്തിൽ പോയാലും മാത്രമേ സാധിക്കുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല. അതുകൊണ്ട് ഈശ്വരൻ സാകാരനായിട്ടുള്ള ഈശ്വരനുണ്ട്, നിരാകാരനായിട്ടുള്ള ഈശ്വരനുമുണ്ട്. ഈശ്വരൻ ആകാരം വേണമെന്നില്ല. പക്ഷെ എല്ലാവർക്കും അത് പറഞ്ഞാൽ ബോധ്യമാവില്ല. എനിക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു ചിത്രം വരണം എന്നിരിക്കട്ടെ. ഒരു ചിത്രവും ഇല്ലാതെ, ഒരു ആശയവും ഇല്ലാതെ, ഒരു സങ്കല്പവും ഇല്ലാതെ ഈശ്വരനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് എത്ര പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. അത് വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിരാകാരനായിട്ടുള്ള ഈ പ്രപഞ്ചശക്തി, ആ പ്രപഞ്ചശക്തിയെ ആരാധിക്കുന്നത് നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ എന്നുള്ള നിലയിൽ സാകാര രൂപത്തിലുള്ള ഈശ്വര ചൈതന്യത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിന് നമ്മൾ പല പേരുകൾ എടുത്തു. നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. മഹാലക്ഷ്മി, മഹാവിഷ്ണു, സരസ്വതി. ഈ ചിത്രങ്ങൾ പലതും രാജാ രവിവർമ്മ രചിച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. രാജാ രവിവർമ്മ സരസ്വതി ദേവിയെ നേരിട്ട് കണ്ടിട്ടാണോ ചിത്രം വരച്ചത്? അല്ല, രാജാ രവിവർമ്മ സരസ്വതി ദേവിയെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം സരസ്വതി ദേവിയെ കുറിച്ചിട്ടുള്ള പല വർണ്ണനകൾ, പല പണ്ഡിതന്മാരും പലരും അവരെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജാ രവിവർമ്മ ആ ചിത്രരചന നടത്തിയത്. അങ്ങനെയുള്ള ചിത്രരചനയുടെ അടിസ്ഥാനത്തിൽ ആ ചിത്രമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ, സരസ്വതി ദേവി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം രവിവർമ്മയുടെ ചിത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു സാകാര ഈശ്വരാരാധന, ആ സാകാരമായിട്ടുള്ള ഈശ്വരാരാധനയുടെ ഒരു പ്രാഥമിക തലമാണ്. നമുക്ക് ആദ്യം അമ്പലത്തിൽ വരണം. അമ്പലത്തിൽ വന്ന് തൊഴുതു നിന്നാൽ എനിക്ക് അമ്പലത്തിൽ ഈശ്വരനെ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് സ്വയം എന്റെ മനസ്സിന് ഒരു ബോധ്യം വരും, എന്റെ മനസ്സിന് വിശ്വാസം വരും. അതില്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഏകാഗ്രത കിട്ടും,
നമുക്ക് ഉറപ്പില്ല. നമ്മൾ അത് ആലോചിക്കുന്നതിനിടയിൽ ചിലപ്പോൾ വീട്ടിലാണെങ്കിൽ അടുപ്പില് ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിലാണെങ്കിൽ ഓർമ്മ അടുപ്പില് പാല് തിളക്കുമോ എന്നുള്ളതായിരിക്കും. ഇവിടെ ചൊല്ലുന്നത് ദേവി ഭാഗവതമായിരിക്കും. പക്ഷെ മനസ്സിൽ അടുപ്പിലെ പാല് തിളച്ച് മറിയുമോ എന്നുള്ള ചിന്തയായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഏകാഗ്രത കിട്ടാതെ പോകും. അതുകൊണ്ട് ആ ഏകാഗ്രത കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ തരത്തിലുള്ള സാകാരമായിട്ടുള്ള ഈശ്വരാരാധനയുടെ രീതി നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ഈ രീതിയിൽ മാത്രമേ ആരാധിക്കാവൂ എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ പൂർവികർ ഓരോ മനുഷ്യനും ആ മനുഷ്യന്റേതായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് ഈശ്വരനെ ആരാധിക്കാം. എനിക്ക് ഈശ്വരനെ ദേവീ രൂപത്തിൽ ആരാധിക്കാനാണ് ഇഷ്ടം എന്നൊരാൾക്ക് തോന്നുന്നിരിക്കട്ടെ, ആൾക്ക് ആറ്റുകാലിൽ പോയിട്ട് ആറ്റുകാലമ്മയെ പൂജിച്ച് ആരാധിക്കാം. എനിക്ക് മഹാഗണപതിയാണ് ആരാധിക്കാൻ ഇഷ്ടമെങ്കിൽ എനിക്ക് പഴവങ്ങാടി അമ്പലത്തിൽ പോയിട്ട് മഹാഗണപതി ആരാധിക്കാം. എനിക്ക് മഹാദേവനെയാണ് ആരാധിക്കാൻ ഇഷ്ടമെങ്കിൽ എനിക്ക് ശ്രീകണ്ഠേശ്വരത്ത് പോയിട്ട് അവിടെ ആരാധിക്കാം. എനിക്ക് ഹനുമാനെയാണ് ആരാധിക്കാൻ ഇഷ്ടമെങ്കിൽ എനിക്ക് പാളയത്ത് പോയിട്ട് വികാസ് ഭവനില് പാളയത്ത് അവിടെ ഹനുമാൻ ക്ഷേത്രമുണ്ട്, അവിടെ ആരാധിക്കാം. എനിക്ക് മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കാൻ ഇഷ്ടമെങ്കിൽ എനിക്ക് അനന്തശൈലിയിൽ അനന്തശയനം കൊള്ളുന്ന ശ്രീപത്മനാഭനെ ആരാധിക്കാം. ഇത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാണ്. ഇപ്പൊ ഒരാൾക്ക് കോൾഗേറ്റ് ആണ് ഇഷ്ടം എന്നിരിക്കട്ടെ, അയാൾക്ക് കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിക്കാം. വേറൊരാൾക്ക് സെൻസഡൈനാണ് ഇഷ്ടമെങ്കിൽ അയാൾക്ക് സെൻസഡൈൻ ഉപയോഗിക്കാം. വേറൊരാൾക്ക് വിക്കോ വജ്രനിധിയാണ് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇന്നത് മാത്രമേ, ഇന്ന രീതിയിൽ മാത്രമേ ഈശ്വരനെ ആരാധിക്കാവൂ എന്ന് നമ്മളോട് ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് ഇത്രയും ഉന്നതമായിട്ടുള്ള ചിന്താ സ്വാതന്ത്ര്യം, ഇത്രയും ഉന്നതമായിട്ടുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആരാധനയിലുള്ള ജനാധിപത്യം. നമ്മളിപ്പോ ജനാധിപത്യം നമ്മുടെ നാട്ടിലുണ്ടായതാണോ പുറത്തുണ്ടായതാണോ എന്നൊക്കെ ധാരാളം ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നാണ് സാധാരണ ആൾക്കാരൊക്കെ പറയാറ്. കാരണം 145 കോടി ജനങ്ങളുള്ള രാജ്യം. പക്ഷെ ഇപ്പോ ധാരാളം പഠനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വിവരം ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് മാത്രമല്ല, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതൃഭൂമിയാണ്, മദർ ഓഫ് ഡെമോക്രസി. കാരണം ഈ ജനാധിപത്യം പാശ്ചാത്യർ നമ്മളെ പഠിപ്പിക്കുന്നതിന് മുൻപേ, ലോകത്ത് അവതരിപ്പിക്കുന്നതിന് മുൻപേ നമ്മള് ജനാധിപത്യം തെരഞ്ഞെടുപ്പിലൂടെയും മറ്റു പല വഴികളിലൂടെയും നമ്മൾ പ്രാവർത്തികമാക്കിയിരുന്നു എന്ന് മാത്രമല്ല, ആരാധനയിൽ ഇത്രയും സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം, അങ്ങനെ ഒരു പാരമ്പര്യം ലോകത്ത് വേറെ ഉണ്ടാവില്ല. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്, ഇങ്ങനെ മാത്രമേ ആരാധിക്കൂ പാടുള്ളൂ. ക്രൈസ്തവ വിശ്വാസിയായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ കുരിശിനെയും യേശുക്രിസ്തുവിനെയും എനിക്ക് ഈ രൂപത്തിലല്ല, എനിക്ക് ഈ രൂപത്തിലാണ് എനിക്ക് ആരാധിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? ഇതേപോലെ ഇസ്ലാം മത വിശ്വാസത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ആരാധിക്കേണ്ടത്. ഒരു പുസ്തകം, ഒരു ദൈവം. ഭാരതീയ ദർശനങ്ങളിൽ, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഓരോ ആൾക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് ആരാധിക്കാം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഏകം സത് വിപ്ര ബഹുധാ വദന്തി. സത്യം ഒന്നാണ്, അറിവുള്ളവർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. എനിക്ക് എന്റെ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്റെ അറിവ് വെച്ച് ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല, ഒരു കാലത്ത് ഒരുപക്ഷെ ലോകത്ത് എവിടെയും
സ്ത്രീ രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്ന ഒരു സംവിധാനം, ഒരു സമ്പ്രദായം ലോകത്ത് മറ്റെവിടെയും ഉണ്ടാവില്ല. ലോകം മുഴുവൻ സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്ന കാലഘട്ടത്തിൽ, സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും നൽകാതിരുന്ന കാലഘട്ടത്തിൽ, ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ടിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയിട്ട് ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ല. പുരുഷന്മാർക്ക് മാത്രമായിരുന്നു വോട്ടവകാശം. അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ നമ്മള് ആരാധന, ഈശ്വരനെ സ്ത്രീ രൂപത്തിൽ ആരാധിക്കാൻ നമ്മുടെ നാട്ടിൽ അതിനുള്ള അവകാശം ഉണ്ടായിരുന്നു. എല്ലാ ശക്തിയുടെയും എല്ലാ ഐശ്വര്യത്തിന്റെയും പ്രതീകമായിട്ട് നമ്മുടെ ദേവി അല്ലെങ്കിൽ സ്ത്രീ രൂപത്തിലുള്ള ഈശ്വരന്മാരെ കണക്കാക്കി. സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അതിദേവതയായിട്ടുള്ള ലക്ഷ്മി, സർവവിദ്യകളുടെയും കലകളുടെയും അതിദേവതയായിട്ടുള്ള സരസ്വതി ദേവി, ശക്തി സ്വരൂപിണിയായിട്ടുള്ള വിജയപ്രദായിനിയായിട്ടുള്ള ദുർഗ, മാതൃരൂപിണിയും പ്രകൃതി രൂപിണിയുമായിട്ടുള്ള മഹാകാളി, ശിവശക്തി ഐക്യസ്വരൂപിണിയായിട്ടുള്ള ലളിത പരമേശ്വരി, ഇങ്ങനെ പല രൂപത്തിൽ 5-ാം നൂറ്റാണ്ടിൽ മാർക്കണ്ഡേയ മുനി ദേവി മഹാത്മ്യത്തിൽ എഴുതിയത് സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി ഗൗരി നാരായണി നമസ്തുതേ. 5-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1600 വർഷങ്ങൾക്ക് മുൻപ് ആ കാലത്താണ് എഴുതിയത്. ആ കാലത്ത് സ്ത്രീകളെ സ്ത്രീ രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കാൻ ഉള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ രണ്ടാംകിട പൗരന്മാരായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ശരിയാണ്, പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ജീർണതകളുണ്ടായി, തെറ്റായിട്ടുള്ള പല പ്രവണതകളും ഉണ്ടായി, സ്ത്രീകൾക്കെതിരായിട്ടുള്ള സ്ത്രീകളെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അതൊരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം സ്ത്രീയും പുരുഷനും പരസ്പര പൂരകമാണ് എന്നുള്ളതാണ് നമ്മുടെ പൂർവികർ നമ്മുടെ തത്വശാസ്ത്രങ്ങളിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വീക്ഷണം, ആ വീക്ഷണമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ തരത്തിൽ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സാകാര രൂപത്തിലുള്ള ആരാധനയ്ക്ക് വേണ്ടി അതിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ള കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങൾ അത് കേവലം ക്ഷേത്രത്തിനകത്ത് മാത്രം ഉൾക്കൊള്ളുന്നതല്ല. അവിടെ നടക്കുന്ന പ്രതിഷ്ഠ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അതിനു വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ആ പ്രതിഷ്ഠ നടക്കുന്നത്. ആ പ്രതിഷ്ഠ ഒരർത്ഥത്തിൽ മുഴുവൻ ശക്തിയെയും ആവാഹിച്ച് ആ പ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ആരാധനയ്ക്ക് പോകുന്ന ആളുകൾ ആ ശക്തി തനിക്കും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഉത്സവങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഇപ്പൊ മൊബൈൽ ചാർജ്, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. മൊബൈൽ നമ്മൾ എല്ലാ ദിവസവും ചാർജ് ചെയ്യാൻ പറ്റും. മൊബൈല് കാരണം ഇടയ്ക്കില്ലെങ്കിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചാർജ് പോകും. ഇതേപോലെ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ള വിഗ്രഹ പ്രതിഷ്ഠയുടെ ശക്തി, ആ ശക്തി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ്, കർമ്മങ്ങളാണ് പൂജാതി കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ കൃത്യമായിട്ട് നടക്കുന്ന ക്ഷേത്രങ്ങൾ ആണ് പല ക്ഷേത്രങ്ങളുള്ളത്. ചില ക്ഷേത്രങ്ങളിൽ ദിവസത്തിൽ ഒരു നേരമേ പൂജയുള്ളൂ, ചില ക്ഷേത്രങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലേ പൂജയുള്ളൂ, ചില ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒരിക്കലേ പൂജയുള്ളൂ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുള്ളൂ. പക്ഷെ ഈ ക്ഷേത്രങ്ങളിൽ ഈ വിഗ്രഹത്തിൽ പ്രതിഷ്ഠയിൽ നടക്കുന്ന പൂജ, ഈ പൂജയിൽ എത്ര തന്നെ ആ പൂജ നടത്തുന്ന
പൂജാരി എത്ര തന്നെ ശ്രമിച്ചാലും അറിയാതെ വരുന്ന വീഴ്ചകൾ, ആ വീഴ്ചകളുടെ ഫലമായിട്ടുണ്ടാകുന്ന ശക്തിക്ഷയം, ആ ശക്തിക്ഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വിശേഷാൽ പൂജകളാണ് ഉത്സവകാലത്ത് നടക്കുന്നത്. അപ്പൊ ആ ഉത്സവകാലത്ത് നടക്കുന്ന ഈ വിശേഷാൽ പൂജകൾ, ആ പൂജകളിലൂടെ വിഗ്രഹത്തിന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ചാർജ് ചെയ്യുന്നത് പോലെയുള്ള ഒരു റീചാർജിംഗ് ആണ് ഉത്സവം. അതുകൊണ്ട് ഉത്സവകാലത്ത് നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന് പണ്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, ഈ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ ഏറ്റവും ചൈതന്യവത്തായിട്ട് നിലനിൽക്കുന്ന സമയമാണ് ഉത്സവകാലം. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ആ ശക്തിയുടെ, ആ ചൈതന്യത്തിന്റെ പ്രയോജനം, അതിന്റെ ഫലം നമുക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആളുകൾക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ഒരുമിച്ച് വരും. അപ്പൊ ഒരുമിച്ച് വരുന്നത് ക്ഷേത്രത്തിലെ ആഘോഷത്തിന് വേണ്ടിയല്ല, പകരം ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയുടെ ചൈതന്യം ഏറ്റവും ശക്തിമത്തായിട്ട്, ഏറ്റവും ചൈതന്യവത്തായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ആ ക്ഷേത്രത്തിലെ ഭക്തരായിട്ടുള്ള ആളുകൾ അവിടെ ആരാധന നടത്താൻ വരുന്നതിലൂടെ ആ പ്രദേശത്തിന് മുഴുവൻ തന്നെ ഈ ചൈതന്യം പകർന്നു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിന് മുഴുവൻ തന്നെ ചൈതന്യവത്താക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലയിലാണ് നമ്മുടെ പൂർവികർ ആ ക്ഷേത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരാധന നടത്താൻ വേണമെങ്കിൽ നമുക്കൊരു പന്തലിട്ടിട്ട്, നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ വടക്കൻ കേരളത്തിലൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുള്ളതാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന പന്തലുകളിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഭജനയുണ്ട്. ഭജന എന്താ? ആരാധനയാണ്. ഭജന എന്ന് പറയുന്ന ആരാധനയാണ്. അത് ക്ഷേത്രമൊന്നുമില്ല അവിടെ. ക്ഷേത്രമില്ലെങ്കിലും ഭജന നടത്താം, ആരാധന നടത്താം. പക്ഷേ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയം എന്നുള്ള സങ്കല്പത്തിന് അപ്പുറത്തുള്ളതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് രാമജന്മഭൂമിയിൽ ഇടക്കാലത്ത് ഒരു തർക്കം വന്നു. ചില ആളുകൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, അത് അവരുടെ സ്ഥലമാണോ, ആരുടെ സ്ഥലമാണ്? ഇപ്പൊ ക്ഷേത്രം ആരാധന നടത്താനാണെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഈ സ്ഥലം വേണം തന്നെ, ഈ സ്ഥലം തന്നെ വേണം നിർബന്ധമില്ല. ഇതിനു പകരം അപ്പുറത്തെ സ്ഥലം കിട്ടിയാലും അവിടെ ആരാധന നടത്താം. പക്ഷേ സനാതന ധർമ്മത്തിൽ ഈ ഇന്ന് ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന ഈ രീതിയിൽ ആരാധന നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയത്തിന് അപ്പുറത്തുള്ള ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. ശാസ്ത്രീയമായിട്ടുള്ള പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഒരു ഇടമാണ് ക്ഷേത്രം. ആ ചൈതന്യം ക്ഷയിക്കാതിരിക്കാനും ആ ചൈതന്യം ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കർമ്മങ്ങൾ എല്ലാ ദിവസവും നടക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. അതുകൊണ്ടാണ് ക്ഷേത്രം അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല. പ്രതിഷ്ഠ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അതിനായുള്ള ചില വിധികൾ. ദേശീയവാദ വികസനം നടക്കുന്നു, ക്ഷേത്രത്തിന്റെ സ്ഥലം മാറ്റണമെങ്കിൽ അതിന് ദേവപ്രശ്നം വെച്ച് അതിന്റെ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ക്ഷേത്രത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, ഈ സങ്കല്പം കേവലം ആരാധനാലയം എന്നതിനപ്പുറത്തുള്ള ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് ഈ ഉത്സവം നടക്കുന്ന ഈ കാലഘട്ടം, ഇവിടുത്തെ തുമലിമുട്ടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് ഈ അഷ്ടമിരോഹിണി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഷ്ടമിരോഹിണി, ശ്രീകൃഷ്ണ ജയന്തി. ശ്രീകൃഷ്ണന്റെ സന്ദേശം ഇന്ന്, ശ്രീകൃഷ്ണന്റെ സന്ദേശം കാലാതിവർത്തിയായിട്ടുള്ള സന്ദേശമാണ്. ആ സന്ദേശം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ നമ്മുടെ നാട്ടിൽ ജീവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നമുക്കിന്നും പ്രസക്തമായിട്ടുള്ള നിരവധി സന്ദേശങ്ങൾ
സ്വന്തം ജീവിതത്തിലെ ആ ജീവിത കഥകളിലൂടെ നമുക്കിന്നും ലഭ്യമാകുന്ന ഒരു അവതാര പുരുഷൻ എന്നുള്ള നിലയിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തെ നമ്മൾ കാണുന്നത്. കംസനിഗ്രഹത്തിന് വേണ്ടി ഭഗവാൻ പിറവിയെടുത്തതിന്റെ ആഘോഷം, ആ ആഘോഷമാണ് ശ്രീകൃഷ്ണ ജയന്തി. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് നിരവധി കഥകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് ഞാൻ ഓരോ സംഭവത്തിലേക്കും ഓരോ കഥകളിലേക്കും ഞാൻ പോകുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യണമോ അത് ചെയ്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ അവതാരോദ്ദേശം പ്രാവർത്തികമാക്കിയത്. രക്ഷിക്കേണ്ടവരെ രക്ഷിച്ചും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചും ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിച്ചും ആത്മവിശ്വാസം നൽകേണ്ടവർക്ക് അത് നൽകിയും വഴികാട്ടേണ്ടവർക്ക് വഴികാട്ടിയും ഒക്കെ ആണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതകാലത്തെ കുറിച്ചുള്ള ആ ജീവിതം നിരവധി കഥകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്, നിരവധി സംഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് മഹാഭാരത യുദ്ധം. കുരുക്ഷേത്രത്തിൽ അർജുനൻ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ തേര് തെളിച്ച് പോവാണ്. എതിർപക്ഷത്ത് കൗരവ സേന നിൽക്കുന്നു. ഇപ്പുറത്ത് ശ്രീകൃഷ്ണൻ അർജുനന്റെ രഥം അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പൊ അത് എതിർവശത്ത് കാണുന്ന ആളുകൾ, ബന്ധുക്കൾ, ഗുരുജനങ്ങൾ, നിരവധി ബഹുമാന്യരായിട്ടുള്ള ആളുകൾ, തന്റെ തന്നെ സഹോദരന്മാരായിട്ടുള്ള കൗരവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എല്ലാവരും ബന്ധുക്കളാണ്. ഈ ബന്ധുക്കളെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ട് എനിക്ക് ഒരു സ്വർഗവും വേണ്ട എന്ന് അർജുനന് തോന്നി. അർജുനന് തോന്നിയത് ഇവർക്കൊക്കെ എതിരായിട്ട് യുദ്ധം ചെയ്യണം, ഇവരെയൊക്കെ കൊന്നൊടുക്കിയിട്ടാണോ എനിക്ക് ജയിക്കേണ്ടത്? എനിക്ക് ജയിക്കേണ്ട, എനിക്ക് സ്വർഗം വേണ്ട, അതുകൊണ്ട് കിട്ടേണ്ട സുഖങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്നത് ഇവരെ ആരെയും കൊല്ലുക എന്നുള്ളതല്ല. നിന്റെ ചുമതല ധർമ്മത്തിന് വേണ്ടിയിട്ട്, ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ധർമ്മം നടപ്പിലാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അധർമ്മത്തിനെതിരായിട്ട് നിലപാടെടുക്കുക എന്നുള്ളതാണ്. ഇത് ഈ ഗീതയുടെ സന്ദേശം ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ചരിത്ര സംഭവമാണ്. പക്ഷേ ആ ഗീതയുടെ സന്ദേശത്തിന് ഇന്നും തുല്യ പ്രാധാന്യമുണ്ട്, അതേപോലത്തെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും നേരിടുന്ന പല സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും നമ്മളോട് വന്ന് പറയുന്നത് ഇങ്ങനൊരു കാര്യം ചെയ്യണം. നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരാളോടായിരിക്കും നമുക്ക് ആ ആളുടെ താല്പര്യത്തിന്, അയാൾക്ക് ഹിതകരമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്. അങ്ങനെ ചെയ്യണോ വേണ്ടയോ? അർജുനന്റെ മനസ്സിലുണ്ടായിരുന്നത് പോലെ തന്നെയുള്ള ഒരു ചിന്താക്കുഴപ്പം, ആ ചിന്താക്കുഴപ്പം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്. എനിക്കറിയാം ഞാൻ ഇത് ചെയ്യുന്നത് ശരിയല്ല, പക്ഷേ എങ്ങനെ ചെയ്യാതിരിക്കും? ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആരെയൊക്കെ വേദനിപ്പിക്കേണ്ടി വരും? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പറ്റുമോ? സ്വാഭാവികമാണ്. അർജുനന് അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. എതിർപക്ഷത്ത് നിൽക്കുന്ന തന്റെ ബന്ധുക്കളെ, തന്റെ മിത്രങ്ങളെ, തന്റെ സുഹൃത്തുക്കളെ, തന്റെ ഗുരുനാഥന്മാരെ, തനിക്ക് വഴികാട്ടിയവരെ, ദ്രോണരും ഭീഷ്മരും ഉൾപ്പെടെയുള്ള ആളുകളെ, അവരെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ കഴിയുമോ? ഈ ചോദ്യം വന്നപ്പോ, ഈ ചോദ്യം അന്ന് അർജുനന്റെ മനസ്സിലുണ്ടായിരുന്ന അതേ ചോദ്യം ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ പല സന്ദർഭങ്ങളിലായിട്ട് വരികയാണ്. നമ്മളാരും കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരല്ല. പക്ഷെ കുരുക്ഷേത്ര യുദ്ധം ഇന്ന് എവിടെയുള്ളത്?
ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാണ് കുരുക്ഷേത്ര യുദ്ധം. എന്താ കുരുക്ഷേത്ര യുദ്ധം? കുരുക്ഷേത്ര യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ധർമ്മത്തിന് വേണ്ടിയിട്ട് നിൽക്കണോ എന്നുള്ള ചോദ്യം, ധർമ്മത്തിന് വേണ്ടിയിട്ട് നിൽക്കാനുള്ള താല്പര്യം, ആ താല്പര്യം എങ്ങനെ ഉണ്ടാകും? അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ, ഇതൊന്നും വേണ്ട. ഈ ഒരു അർജുനനുണ്ടായിട്ടുള്ള ചിന്താക്കുഴപ്പം, ആ ചിന്താക്കുഴപ്പം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ദിവസവും പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരും. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വഴികാട്ടേണ്ടവർക്ക് വഴികാട്ടിയും ആത്മവിശ്വാസം പകരേണ്ടവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗീതോപദേശം. ആ ഗീതോപദേശം മുഴുവൻ ഞാൻ വിശദീകരിക്കുന്നില്ല, 18 അധ്യായങ്ങളിൽ അത് മുഴുവനുണ്ട്. പക്ഷെ ഗീതോപദേശത്തിന്റെ അന്തസത്ത എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, മിതമായിട്ടുള്ള വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയും, യുദ്ധായ കൃതനിശ്ചയ. അതാണ് ഗീതയുടെ സന്ദേശം. ഗീതോപദേശത്തിന്റെ സന്ദേശം അതാണ്. എന്താണ് യുദ്ധായ കൃതനിശ്ചയ? പോരാടാൻ തയ്യാറാവുക. മനസ്സിൽ സംശയം വരുമ്പോ, മനസ്സിൽ ആശയക്കുഴപ്പം വരുമ്പോ, എന്ത് ചെയ്യണമെന്ന് സംശയിക്കുമ്പോൾ അധർമ്മത്തിനെതിരായിട്ട് ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഏറ്റുമുട്ടാൻ, പോരാടാൻ സന്നദ്ധനാവുക. ഈ സന്ദേശമാണ് ഗീതയുടെ സന്ദേശം എന്ന് ഒരു 2 അക്ഷരത്തിൽ 2 വാക്കിൽ പറയാവുന്ന സന്ദേശം ഇതാണ്. ആ സന്ദേശം ഇന്നും നമുക്ക് പ്രസക്തമാണ്. ഇന്ന് പല സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പ്രയോജനം ഉണ്ടാവും, ഞാൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എത്ര വലിയ നഷ്ടം ഉണ്ടാവും, ഞാൻ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരിയാണോ അല്ലയോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും മനസ്സിൽ വരുമ്പോൾ പോരാടാൻ തയ്യാറാവുക, യുദ്ധായ കൃതനിശ്ചയ എന്നുള്ള ഭഗവാന്റെ സന്ദേശം, ആ സന്ദേശം നമുക്ക് ആത്മവിശ്വാസം പകരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മൾ വഴിമുട്ടി പിന്തിരിയേണ്ടി വരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാകില്ല. പകരം പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ജീവിതം വഴിമുട്ടി നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴും ഒരു ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും ഒക്കെ ഇതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസമാണ് ഭഗവത്ഗീത പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഗീത കേവലം ഒരു മതഗ്രന്ഥമല്ല, അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിലോ ഏതെങ്കിലും സമുദായത്തിൽപ്പെടുന്നവർക്കോ വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതല്ല, രചിക്കപ്പെട്ടിട്ടുള്ളതല്ല, നൽകപ്പെട്ടിട്ടുള്ളതല്ല. അത് സമ്പൂർണ്ണ മാനവരാശി, ആ സമ്പൂർണ്ണ മാനവരാശിക്ക് ആത്മവിശ്വാസവും വഴികാട്ടിയുമായിട്ടുള്ള ദിശാദർശനം നൽകുന്ന അമൂല്യമായിട്ടുള്ള സന്ദേശമാണ്. ഇന്ന് ഈ ഉത്സവത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന്റെ അവതാരങ്ങളിൽ നിരവധി അവതാരങ്ങൾ, ഞാൻ എല്ലാ അവതാരങ്ങളിലേക്കും കടക്കുന്നില്ല. കാരണം ശ്രീകൃഷ്ണ ജയന്തിയുടെ പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവത്തോടനുബന്ധിച്ച് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായും ഭഗവാൻ കൃഷ്ണന്റെ അവതാരവുമായിട്ട് ഭഗവാൻ കൃഷ്ണാവതാരത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അതിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ മാർഗദർശിയാവുന്ന സന്ദേശം, ആ സന്ദേശമാണ് ഗീതയുടെ സന്ദേശം. നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ, ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങളല്ല ക്ഷേത്രങ്ങൾ വിദ്യുത് സദസ്സുകളുടെ കേന്ദ്രങ്ങളായി. നിരവധി ആശയപരമായിട്ടുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ
പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് പരസ്പരം സംശയ നിവൃത്തി വരുത്താനുള്ള അവസരങ്ങൾ, അങ്ങനെയുള്ള അവസരങ്ങൾ കൂടിയായിരുന്നു ക്ഷേത്ര സങ്കേതങ്ങൾ. ആ ക്ഷേത്ര സങ്കേതങ്ങളിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ വന്ന് പരസ്പരം സംശയ നിവൃത്തി വരുത്തി ആശയങ്ങളിൽ തെളിമയുണ്ടാക്കാൻ, ആ തെളിമയുണ്ടാക്കാനുള്ള സദസ്സുകൾ നടക്കുമായിരുന്നു. ഇന്ന് ഈ സാംസ്കാരിക സമ്മേളനം ആ ഒരു പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിനുള്ള അവസരമായിട്ട് ഈ സാംസ്കാരിക സമ്മേളനം മാറണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ സംഘാടക, ഈ ഉത്സവത്തിന്റെ സംഘാടക സമിതി ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് വർഷത്തിലൊരിക്കൽ ഉത്സവകാലത്ത് മാത്രം നടക്കേണ്ട ഒരു കാര്യം മാത്രമായിട്ട് അവസാനിക്കരുത്. പകരം ഈ ക്ഷേത്ര സംഗീതത്തിൽ മാസത്തിലൊരിക്കൽ, 2 മാസത്തിലൊരിക്കൽ, 3 മാസത്തിലൊരിക്കൽ, അങ്ങനെയുള്ള ഏതെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങളെ കുറിച്ച്, ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് പലർക്കും, പല കുട്ടികൾക്കും, ഇന്നത്തെ പുതിയ തലമുറയ്ക്കും പല കാര്യങ്ങളെ കുറിച്ചും അറിയില്ല. കാരണം അവർക്ക് അത് അറിയാനുള്ള അവസരം ഉണ്ടാവുന്നില്ല. എന്താണ് ക്ഷേത്രത്തിനകത്തുള്ള വിവിധ കർമ്മങ്ങളുടെ പ്രസക്തി, ക്ഷേത്രത്തിനകത്തുള്ള നിർമ്മിതികളുടെ പ്രസക്തി, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് തൊട്ട് ക്ഷേത്രത്തിലും നമ്മുടെ രീതികളിലും നമ്മൾ അനുവർത്തിക്കുന്ന നിരവധി വ്രതങ്ങൾ ഉൾപ്പെടെ, അനുഷ്ഠാനങ്ങൾ ഉൾപ്പെടെ, ഈ അനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഇതെല്ലാം പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ. കാരണം അതിനെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള നിരവധി സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ശാസ്ത്രീയമായിട്ടുള്ളതല്ലാത്തതൊന്നും തന്നെ സനാതനധർമ്മത്തിലില്ല. ഇടക്കാലത്ത് പല ഘട്ടങ്ങളിലും ശാസ്ത്രത്തിന് നിരക്കാത്ത, ശാസ്ത്രീയമല്ലാത്ത പല കാര്യങ്ങളും കടന്നുകൂടിയെങ്കിലും സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സനാതനധർമ്മത്തിൽ ആ ധർമ്മത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ജീർണതകൾ എടുത്തുമാറ്റാൻ വേണ്ടിയിട്ടുള്ള അവതാരങ്ങളും നമ്മുടെ നാട്ടിൽ ജന്മമെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഋഷിമാര്, അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ സന്യാസിമാര്. അങ്ങനെയുള്ള സന്യാസിമാരാണ് നമ്മുടെ നാട്ടിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായപ്പോ മനുഷ്യനും തമ്മിൽ ഭേദം കൽപ്പിക്കാൻ പറ്റാത്ത, പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന, പ്രപഞ്ചത്തിൽ എല്ലാത്തിലും ഉൾക്കൊള്ളുന്ന ശക്തിയാണ് എന്നിലും നിന്നിലുമുള്ളത് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ എങ്ങനെ തൊട്ടുകൂടായ്മയുണ്ടാകും, എങ്ങനെ തീണ്ടിക്കൂടായ്മയുണ്ടാകും, എങ്ങനെ സ്ത്രീ പുരുഷ ഭേദമുണ്ടാകും, എങ്ങനെ വർണ്ണാവർണ്ണ ഭേദമുണ്ടാകും? അപ്പോ ഇതെല്ലാം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ്. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായതിന്റെ അശാസ്ത്രീയത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ പരിഹരിക്കാനും നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ അവതാരമെടുത്തു. അവര് പറഞ്ഞു, വഴിതെറ്റിപ്പോയ നമ്മുടെ സമൂഹത്തിനോട് പറഞ്ഞു, നീ പോകുന്ന വഴി തെറ്റിപ്പോയിരിക്കുന്നു, നീ നേരായ വഴിയിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ നേരായ വഴിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. ഇന്നും നമ്മുടെ യുവതലമുറ പല തെറ്റായിട്ടുള്ള വഴികളിലേക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അബദ്ധ സഞ്ചാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും, ചിലപ്പോഴെങ്കിലും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അബദ്ധ സഞ്ചാരത്തിലേക്ക് പോകുന്ന പുതിയ തലമുറയെ നേരായ വഴിയിലേക്ക് നയിക്കണമെങ്കിൽ ഈ ഭാരതീയ സനാതന പാരമ്പര്യത്തിന്റെ അന്തസ്സത്തെയും ആ സന്ദേശം പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ കൂടിയായിട്ട് നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങൾ മാറണം. അങ്ങനെ മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സമയം വളരെ വൈകിയതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ക്ഷേത്ര ഉത്സവത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.